ഇന്നത്തെ ദിവസം കുറെ നാളുകൊണ്ട് കാത്തിരുന്ന ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഡേ ഇൻ മൈ ലൈഫ് സീരീസിലെ 22ാമത്തെ ദിവസമാണ്. കുറെ ദിവസം കൊണ്ട് ഒരു പരിപാടി വരുന്നുണ്ടെന്ന് പറയുന്നതല്ല. അത് എന്താ പരിപാടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് അച്ചാരത്ത് ഫാമിലിയുടെ കുടുംബസംഗമമാണ്. രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒരു 10 മണിയാകുമ്പോൾ പരിപാടി തുടങ്ങാനുള്ള പ്ലാനിങ് ആണ്. വെറുംചോറ് സെറ്റപ്പും കാര്യങ്ങളും മാത്രമേ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. വെറുംചോറും അതിന് കറികളായിട്ട് മോരുകറി, പപ്പടം അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ്. പപ്പടത്തിന്റെ ടിന്ന് തുറക്കാൻ മേലെ നോക്കണം. 10 മണിക്ക് പരിപാടി തുടങ്ങുന്നതുകൊണ്ട് അതിന് മുന്നേ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ചാരത്ത് മൊയ്തുണ്ണി ഹാജിയുടെ 11 മക്കളും അവരുടെ മക്കളും ചേർന്നിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇന്നുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും ഒരുപോലെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന കാത്തിരുന്ന ഒരു പരിപാടിയാണെന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം. ഓൾറെഡി നമ്മളൊരു ലോഗോ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ലോഗോ മത്സരത്തിലേക്ക് ഉപ്പാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള പരിപാടിയെല്ലാം ഈ പന്തലിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ കുറച്ചു പേരിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറെ ഗിഫ്റ്റ്സ് ഒക്കെ പാക്ക് ചെയ്യുന്നത്. അതൊക്കെ ഇന്നത്തെ ഈ പരിപാടിക്ക് നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്തായാലും ഇത്രയൊക്കെ ആയാലും ഇനി പരിപാടി കളറാക്കണമെങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ട് വരണം. അത് നല്ല കാര്യത്തിൽ ഒട്ടും വട്ടം കറങ്ങാതെ വേഗം തന്നെ ഞാൻ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് പ്രിപ്പയർ ആയി തിരിച്ച് താഴെ വന്നപ്പോഴത്തേക്ക് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ എത്തി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുപേരൊക്കെ എത്തി, കുറച്ചുപേരൊക്കെ ഓൺ ദ വേ ആയിരുന്നു. ഈ 11 പേരുടെയും ഉമ്മയാണ് ഈ ഇരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ അവരുടെ മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്പീച്ച് ആയിരുന്നു. അതുപോലെ നമ്മൾ ക്ഷണിച്ചിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ വക സ്പീച്ചുകളും ഉണ്ടായിരുന്നു. ഈ ക്ഷണിച്ചിട്ട് വന്നവർക്ക് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധങ്ങളും അതിനെ പറ്റിയുള്ള മെമ്മറീസും ആയിരുന്നു അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ 1 by 1 ആയിട്ട് ഓരോരുത്തർ വരാൻ തുടങ്ങി. ഇനി കുറച്ച് നിങ്ങൾ സ്പീച്ച് കേട്ട് നോക്ക്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൊത്തം ജനങ്ങളെയാണ് വിളിച്ചത്. എല്ലാവരെയും പടച്ചു തമ്പുരാൻ. 3 അംഗങ്ങളുണ്ട്. 2 പേരും മരണപ്പെട്ടു. ബാക്കി 85ഓളം ആളുകൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. മുഴുവൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കും. പിന്നെ പറയാനുണ്ട്, ഇമ്പത്തിലൊന്ന് കൂടാനുണ്ട്. 8ാമൻ നസറിന്റെ വീടിന്റെ മുറ്റത്ത് കിസ പറയാതെ ആരും കൂടിയിട്ടുണ്ട്. ആളുകളുടെ കാര്യങ്ങൾ ഇടപെടുക, അവരെ സഹായിക്കുക, പൊതുരംഗത്ത് കർമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഞാൻ പറയുന്നില്ല. എന്റെ ഉമ്മ ഇതെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വർഷവും ഇങ്ങനെ നമുക്കൊരു അങ്ങനെ കാണാറ്. കാരണം അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി ഓരോ കുപ്പി വെള്ളം കൊണ്ടു കൊടുത്ത് അതിൽ സ്ട്രോ വെച്ചതിന്റെ അടിഭാഗത്ത് പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കി പറയാനും മടിയില്ല. സജീവമാണ് ഒരു രാഷ്ട്രീയ പാർട്ടികൾ പശ്ചാത്തലം ഒരുക്കുന്നത്, നമ്മുടെ ജീവിതക്രമങ്ങളിലെ പശ്ചാത്തലം ഒരുക്കുന്നത്, മറ്റുള്ളവരെ ഇവിടെ എത്തിച്ചേർന്നതിന് എല്ലാവരും ആശംസകളും അറിയിക്കുകയാണ്. അതാണ് മവദ്ദത്തിന് പറഞ്ഞത്. ഓരോരുത്തർ പട വാക്ക് പറയുമ്പോൾ കോരിത്തെരിപ്പാണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഉപ്പാക്കും അളിയർക്കും അബുക്കാർക്കും ഒക്കെ വേണ്ടി അവസരത്തിന് വേണ്ടി നമുക്ക് ദ്വയർത്താം. ഞാൻ എന്റെ വാക്കുകള് പിന്നെ ശ്രമിച്ചത് എല്ലാരോടും ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. രണ്ട് വാക്ക് പുകഴ്ത്തി പറയും. എന്നോട് ഒരു പോസിറ്റീവായിട്ടുള്ള ആള് തന്നെയായിരുന്നു ആ കാര്യങ്ങളിലൊക്കെ. ഒരു അഭിമാനമായിട്ടുള്ള ഒരാളായിരുന്നു. ഉപ്പാടെ അടുത്തേക്ക് പോവാൻ മക്കള് മടിച്ചിരുന്ന സമയത്ത് ഞാന് ഉപ്പാടെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. മുത്തു, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ മുൻ MLA-യും ഇന്നത്തെ യുവാക്കളുടെ ഹരവുമായ PT ബൽറാം സാർ. ുള്ള ഒരു വലിയ കുടുംബം ഒത്തുചേരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്.
ഇനി നമുക്ക് ബാക്കി പരിപാടി നടത്തണമെങ്കിൽ നല്ല ആരോഗ്യം വേണം. അതിന് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും പല വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ, ഈ ഒരു ആർഭാടമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഊരിയിട്ട് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നല്ല ചൂടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡായിട്ട് നമുക്ക് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങളുടെ മക്കൾ എല്ലാവരും ഇതാ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നു. അച്ചാരത്ത് മൊയ്തുണ്ണി ഹാജി ഫാത്തിമ ദമ്പതികളുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും അങ്ങനെ ആയിട്ട് ആ ശാഖ ഇതാ ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. മറ്റുമ്മക്ക് അത്യാവശ്യം പ്രായമുള്ളത് കൊണ്ട് തന്നെ ആളങ്ങനെ ഒരുപാടായിട്ട് സംസാരിക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഫുഡ് കഴിച്ച് എത്തിയതിന്റെ പുറകെ ഞങ്ങൾ ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഗ്രൂപ്പ് ഫോട്ടോ മസ്റ്റ് ആണ്. ഈ ഗ്രൂപ്പ് ഫോട്ടോ ഞാനൊരു പോസ്റ്റ് ആയിട്ട് ഇടാവേ. ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം കുറെ പേർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. കുറെ പേരൊക്കെ ദുബായിലുള്ളവരുണ്ട്, കുറെ പേരൊക്കെ നാട്ടിൽ വരാൻ പറ്റാത്തവരുണ്ട്. വന്നവരെയൊക്കെ വെച്ച് കൂട്ടിയിട്ടുള്ള ഒരു കുടുംബസംഗമമായിരുന്നു ഇതെന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് എല്ലാവരും എത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇല്ല. ഫോട്ടോ എടുപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കലാപരിപാടിയിലോട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ക്വിസ് മത്സരം. ഇതിൽ 2 സെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് GK വെച്ചിട്ടുള്ളത്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ കുസൃതി ചോദ്യം. മത്സരത്തിൽ ജയിക്കുന്ന ഒരാൾക്ക് 500 രൂപയായിരുന്നു നമ്മൾ ക്യാഷ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഓരോ കുസൃതി ചോദ്യം ശരിയാക്കുന്നവർക്ക് 100 രൂപയും വെച്ചിട്ട്. നമ്മുടെ ലോക മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പൊന്നറ ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പിയുടെ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. വാനമ്പാടി ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം. കേരളത്തിന്റെ വാനമ്പാടി. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ബഷീർ. മിസൈൽ വനിത. ഉത്തരം കൂടി ഒരുമിച്ച് പറയുക. അവിടെ നോക്കിയിട്ടുണ്ട്. മത്സരം കഴിഞ്ഞ സമയത്ത് 2 വിന്നേഴ്സ് ഉണ്ടായിരുന്നു. 2 വിന്നേഴ്സിന് 500 റുപ്പീസ് വെച്ചിട്ട് മമ്മിയും പപ്പയും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വിസ് മത്സരത്തിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് മാളും മാമിയും, അതുപോലെ രണ്ടാമത് സാബി മാം ആയിരുന്നു, റിയയുടെ ഐശ്വര്യം. കുസൃതി ചോദ്യത്തിന്റെ സെക്ഷനിൽ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഉത്തരം ശരിയാക്കുന്ന ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട്, അങ്ങനെ 10 ചോദ്യത്തിനും 100 രൂപ വെച്ചിട്ട് 1000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 1000 റുപ്പീസ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷാജി മാമിയും മാമനും കൂടെ ചേർന്നിട്ടാണ്. അതിൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആക്കിയ ഒരാൾക്ക് മമ്മയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ശരി ഉത്തരം കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഐശ്വര്യ. ചില പോർഷൻസ് ഒന്നും എക്സാക്ട് കിട്ടിയിട്ടില്ല. കാരണം ഇടയ്ക്ക് ഫോണൊക്കെ ഡെഡ് ആവുന്നുണ്ടായിരുന്നു. കാരണം രാവിലെ തുടങ്ങിയ പ്രോഗ്രാം അല്ലേ, ഞാൻ പറയാതെ നിങ്ങൾക്ക് ഊഹിക്കാവില്ല. അതിനുശേഷം നല്ല കാര്യപരിപാടിയായിട്ട് നമുക്കൊരു ഒപ്പന വെച്ചിട്ടുണ്ടായിരുന്നു. ലേഡീസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ്. പിന്നെ ഞങ്ങളുടെ ഫാമിലി കുറച്ച് ഒത്തൊരുമ കൂടുതലാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ലേഡീസിന്റെ ഒപ്പന എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താണല്ലോ ഞങ്ങളുടെ ഫാമിലി ആണുങ്ങളെല്ലാം കയറി കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ഒപ്പനയായി മാറിയിട്ടുണ്ടായിരുന്നു അത്. ഈ ഒപ്പനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അത്രയും പേർക്കും ഓരോ ഗിഫ്റ്റ്സ് വീതം ഉണ്ടായിരുന്നു. ഒപ്പന തീർന്ന സ്ഥിതിക്ക് ഇനി പാട്ടും ഡാൻസും കാര്യങ്ങളുമാണ് വരാൻ കിടക്കുന്നത്. കണ്ടു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഏതെങ്കിലും പ്രോഗ്രാം നിങ്ങൾക്ക് ഫുള്ള് കാണുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഇൻഷാല്ലാ ഞാൻ അത് മാത്രം ഫുള്ളായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോ ഹലോ ചെക്ക്, ഹലോ പരിപാടി ആരംഭിക്കുകയാണ്. ഹലോ ചെക്ക്, ഹലോ ചെക്ക് ചെക്ക് ചെക്ക്, ഹലോ ചെക്ക് ചെക്ക് ചെക്ക്, ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. 1 2 3. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആഹാ. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. എടാ തുടങ്ങട്ടെ തുടങ്ങട്ടെ.
இன்றி யாரும் வாழ்தல் கூடுமோ പാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങ് കര കൊലുസ് കെട്ടിയ സുവർണ സുന്ദരി ചിഞ്ചിലം ചിഞ്ചിലമോടെ മധുര നൊമ്പര മുതിരും പാട്ടിൻ നിശല കൊണ്ടുവാ മണക്കുമത്ത് പരക്കും തെന്നലിൽ ഉലയും തട്ടത്തിൻ നീളെ ഉദിച്ച നക്ഷത്രം प्यार का इरादा है और एक वादा है जानम കാക്കേ കാക്കേ കൂടയിലേ അകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാനാ बोले बाळा तू कुठे चालला जा तू तर ऑलरेडी उशिरा आला മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ ദീപമേ മക്കി മദീന നിലാവേ മക്കേ ബോലിയാ എന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാൻ തേനിറഞ്ഞു പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ് പറയൂ പറയൂ നീ നല്ലഴകേ തിരുഗുരുമുഖം പ്രിയനെ വിമയം സാഫല്യം ഹിലാലിന്റെ പൊൻപ്രഭ വരവിൽ സഫറിൻ ചാർജറിനെത്തിയതാണ് എല്ലാവരും ബിഗ് ക്ലാപ്പ് എല്ലാവരും നല്ല ക്ലാപ്പ് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ കുട്ടികൾക്കും, അതായത് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു. ഒരു പരിപാടി പോലും പ്രിപ്പയർ ആയി വരാത്ത നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവരൊരു പാട്ടുകളും ഡാൻസുകളും ആയിട്ട് അവർ അപ്പം തന്നെ പ്രിപ്പയർ ചെയ്തവരും ഇതിനകത്ത് നേരെ എഴുതി പണി കൊടുക്കാന്ന് കരുതി നോക്കിയപ്പോഴത്തേക്കും അതിലൊന്നും ഒരു മടിയും കാണിക്കാതെ കയറി പങ്കെടുത്ത ഒരുപാട് വലിയവരും ഇതിനകത്തുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഇവരോടൊക്കെ തന്നെ നന്ദി പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. കാരണം പരിപാടി ഇത്രയും കളറാക്കിയത് നിങ്ങൾ ഓരോരുത്തരും ഇട്ട എഫോർട്ടിൽ നിന്ന് മാത്രമാണെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. ലോഗോ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ പൊന്നറ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വക ഗിഫ്റ്റ്സും ഉണ്ടായിരുന്നു. അതുപോലെ ലോഗോ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ ആൾക്ക് നമ്മുടെ ടീമിന്റെ വക ഒരു പെന്നും ഒരു പെർഫ്യൂമും ഒരു വാച്ചും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ഗിഫ്റ്റ് ആണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത്. ഗ്രൂപ്പിൽ ഫസ്റ്റ് കിട്ടിയ ആള് അനൗൺസ്മെന്റ് ചെയ്ത സമയത്ത് അതിൽ റിയാക്ട് ചെയ്ത ആള്, അതുപോലെ നേരിട്ട് വന്ന് ആദ്യം വിഷ് ചെയ്ത ആള്, അതുപോലെ കോൾ ചെയ്ത് ഡയറക്റ്റ് വിഷ് ചെയ്ത ആള്, അങ്ങനെ 3 സെക്ഷൻ ഉള്ളതിൽ ആദ്യത്തേതായിട്ട് നമുക്ക് അനൗൺസ്മെന്റ് ചെയ്യാനുള്ളത് നേരിട്ട് വന്ന് വിഷ് ചെയ്ത ആളാണ്. അത് ഉമ്മ ആണ്, വേറെ ആരും അല്ല. ഉമ്മാക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് ഉമ്മ ആയിരിക്കും എന്നുള്ളത്.
എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് റിയാക്ട് ചെയ്ത ആളായിരുന്നു, അത് ഹാരിസിക്കായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു ആരാണെന്നുള്ളത്. ഇതോ ആ ബാഗിൽ കാണുന്നതാണ് കേട്ടോ ലോഗോ. ഫോണിലൂടെ അറിയിച്ച ആളാണ്. ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം വിളിച്ച ആൾക്കാണ് സമ്മാനം കൊടുത്തിരിക്കുന്നത്. ഇതോടുകൂടി പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള കലാപരിപാടികൾ കിടക്കുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാ പാർട്ട് 2 ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. ബാക്കി നാളെ ഇൻഷാ അല്ലാ.